everyone, welcome back to our channel Innus Recipe. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് അല്ലെങ്കിൽ ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡിയാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വലിയ പാനാണ് എടുക്കുന്നതെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. തീ എപ്പോഴും സിമ്മിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമുക്ക് ഈ പാല് വറ്റി കിട്ടണം. കുറച്ച്, ഒത്തിരി ഒന്നും വേണ്ട, ഒരു 25% വറ്റി കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു 5 മിനിറ്റ്സ് ഇളക്കിയാൽ തന്നെ നമുക്ക് വേണ്ട പാകത്തിലേക്ക് കിട്ടും. തീ കൂട്ടി വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് പാല് തിളയ്ക്കുകയും ചെയ്യും, പക്ഷെ അതിൻ്റെ ഈർപ്പം അതുപോലെ തന്നെ നിൽക്കും, ഒട്ടും പാല് വറ്റില്ല. നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാല് തിളയ്ക്കാൻ വേണ്ടി അനുവദിക്കുകയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ്. അതിനാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. 1/2 ലിറ്റർ പാലിന് 2 ടേബിൾ സ്പൂൺ വാനില കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് യെല്ലോ കളറിലാണ് കിട്ടുന്നത് കേട്ടോ. നല്ല ബ്രാൻഡ് തന്നെ നോക്കി വാങ്ങുക. അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ലംസ് ഒന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇപ്പം നല്ല പോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ പാടയൊക്കെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പാലാണ് യൂസ് ചെയ്തേക്കുന്നത്. അതും ഫുൾ ഫാറ്റ് ഉള്ള മിൽക്കാണ്. അതുകൊണ്ടാണ് ഇത്രയ്ക്കും പാട. അതുകൊണ്ട് ഈ പാടയൊക്കെ ഒന്ന് മാറ്റി കളയുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് മിക്സ് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും. അതുകൊണ്ടിട്ടാണ് ഇതുപോലെ പല പ്രാവശ്യമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഒക്കെ വീതം ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും ഒക്കെ ഒന്ന് യോജിച്ച് കഴിയുമ്പോൾ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. ആ രീതിയിൽ നമുക്കിത് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇപ്പം ഏകദേശം ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുവാണ്. എന്നിട്ട് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ലിറ്റർ പാലിന് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കറക്റ്റാണ്. മീഡിയം മധുരമാണ് വരുന്നത്. ഓവറായിട്ട് മധുരം വന്നാൽ നമുക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമ്മൾ മീഡിയം ലെവൽ മധുരമാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി ആവാം. അപ്പം ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. പഞ്ചസാര അലിഞ്ഞു വരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു തിക്നെസ് മതി. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ആറാനായിട്ട് വയ്ക്കാം. ആ പാനിൽ തന്നെ വച്ചിരിക്കുവാണെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇത് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് 1 ആപ്പിള് ചെറുതായിട്ട് കട്ട് ചെയ്തത്, മാമ്പഴം, പോമിഗ്രാനൈറ്റ്, കുറച്ച് റെസിൻസ്, ബദാം ചോപ്പ് ചെയ്തത്, കാഷ്യൂനട്ട് ക്രഷ് ചെയ്തെടുത്തത്, അതുപോലെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ നട്ട്സൊക്കെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഒന്നുകൂടി റിച്ച് ആവും. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര പാനിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഈ പഞ്ചസാര പാനി ഉണ്ടാക്കുമ്പോൾ ഒരു നാരങ്ങയുടെ പകുതി കൂടി പിഴിഞ്ഞൊഴിക്കുകയാണെങ്കിൽ ഒരു ചെറിയ പുളിരസവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. മധുരം ഓക്കെ ആണോ എന്ന് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര പാനി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കസ്റ്റാർഡ് ഈ സമയം കൊണ്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്.
ഇനി ഫ്രൂട്ട്സും അതുപോലെ കസ്റ്റാർഡും സെപ്പറേറ്റ് ബൗളിൽ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുവാണ്. 1 മണിക്കൂർ അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നന്നായിട്ട് തണുത്ത് വരണം. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുമ്പോൾ ഫ്രൂട്ട്സും അതുപോലെ കസ്റ്റാർഡും എപ്പോഴും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് മിക്സ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. കാരണം കസ്റ്റാർഡ് ചിലപ്പോൾ തണുക്കുമ്പോൾ നല്ലപോലെ കട്ടിയായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ ഫ്രൂട്ട്സൊക്കെ സെർവ് ചെയ്യുന്ന ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഫ്രൂട്ട്സിലേക്ക് ആ പഞ്ചസാരപ്പാനിയൊക്കെ നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി മധുരം കുറവുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരപ്പാനി കൂടി ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കസ്റ്റാർഡ് ജസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തണുക്കും തോറും കസ്റ്റാർഡ് നല്ലപോലെ കട്ടി വെച്ച് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ കുറച്ച് നല്ലപോലെ കട്ടിയാവും. അങ്ങനെ വരുന്ന സമയത്ത് മിക്സിയിലേക്ക് കസ്റ്റാർഡ് ഇട്ട് കൊടുക്കുക. കുറച്ച് റൂം ടെമ്പറേച്ചറിലുള്ള പാല് കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ അടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഈ കൺസിസ്റ്റൻസിയിലേക്ക് കിട്ടും. ഒത്തിരി കട്ടിയായിട്ടിരുന്നാലും കഴിക്കാനൊരു സുഖമില്ല. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി. ഞാൻ അതിലേക്ക് ഒരു 1/2 പോർഷൻ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ടും അതുപോലെ 1/2 പോർഷൻ നട്ട്സും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും വച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് അല്ലെങ്കിൽ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ കൂടി അമർത്താൻ നിങ്ങൾ മറക്കരുത്. എല്ലാവരും നന്നായി കുക്ക് ചെയ്യുക, എനർജറ്റിക് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. Till then, take care. Bye-bye.